ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി ഈദ് റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. അതും സിമ്പിളായിട്ടുള്ള ഒരു പുഡിങ്. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഇടാം. അപ്പോൾ ഇതാ ഞാൻ പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് ജീരകശാല റൈസ് എടുത്തിട്ടുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് എടുക്കട്ടെ. നമ്മുടെ ലോങ് ബസ്മതി റൈസ് ഒക്കെ ഉണ്ടല്ലോ, അതെടുക്കുക. അല്ലെങ്കിൽ വീട്ടിൽ സാധാ റേഷൻ പീടികയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഇത് പച്ചരി ഉണ്ടാവുമല്ലോ, ആ പച്ചരി എടുക്കട്ടെ. പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ജീരകശാല റൈസാണ്. ഇനി ഞാൻ അതിലേക്കുണ്ടല്ലോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ നല്ലപോലെ കഴുകി എടുക്കാം. എന്നിട്ട് നമ്മളതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് സോക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഒരു അരമണിക്കൂറോളം സോക്ക് ചെയ്തിട്ട് എടുക്കണം. സോക്ക് ചെയ്ത് വെച്ച അരി നമ്മൾക്ക് പിന്നെ അരിപ്പയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അരിച്ചിട്ട് എടുക്കട്ടെ. അരിച്ചിട്ട് അതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുക്കാം. അല്ലെങ്കിൽ ഒരു തുണിയിലിട്ടിട്ട് ഉണക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ അരിപ്പയിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ആറ്റി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. തുണിയിലൊന്നും ഇടേണ്ട ആവശ്യം ഉണ്ടാവില്ല, അപ്പോൾ തന്നെ വേഗം മാറിക്കിട്ടും. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി. അധികം അരഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. സോക്ക് ചെയ്തുകൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞു പോകും. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് ഉള്ളത് കേട്ടോ. തീരെ അരിഞ്ഞു പോയില്ല, ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് കൈ കൊണ്ട് തൊട്ട് നോക്കിയാൽ തന്നെ തിരിയും. ചെറിയ പീസുകൾ മുഴുവനായിട്ട് ഉണ്ട് കേട്ടോ. അധികം അരിഞ്ഞു പോവോ ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇത് ഞാൻ ഒരു 5-6 സാധാ കാഷ്യൂ ഉണ്ടല്ലോ, കാഷ്നട്ട് അണ്ടിപ്പരിപ്പ് എന്നൊക്കെ പറയില്ലേ, അത് വെള്ളത്തിലിട്ട് വെച്ചതാട്ടോ. അതൊന്ന് കുതിർന്ന് വന്നാൽ നമുക്ക് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്ന് പേസ്റ്റാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ നേരെ പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഒരു 3 കപ്പ് സാധാ പശുവിൻ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ പാക്കറ്റ് പാലായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് ചേർത്തിട്ട് അതിലേക്ക് ഇതാ ഒരു 1/2 കപ്പ് സാധാ പച്ചവെള്ളം കൂടി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടിയിലൊന്നും പിടിക്കാണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. പാല് ചെറുതായിട്ട് തിളക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചേർക്കട്ടെ. മധുരത്തിന് ഒരു മീഡിയം സൈസ് മധുരമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയും ഒരു 1/4 ടിന്ന് മിൽക്ക് മെയ്ഡ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു സമയത്തുണ്ടല്ലോ മധുരം കുറച്ച് മുന്നോട്ടേക്ക് എത്തുന്ന രീതിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മാത്രം നമുക്ക് തണുപ്പിച്ചെടുക്കുമ്പോൾ ആ മധുരം കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ജീരകശാല റൈസ് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. അരി എല്ലാ ഭാഗത്ത് എത്തുന്ന രീതിക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഇനി അങ്ങനെ അധികം സാധനങ്ങളൊന്നും ഇപ്പം ചേർക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ അരിയൊക്കെ വെന്ത് വരട്ടെ കേട്ടോ ഇതിലേക്ക് കടന്നിട്ട് തന്നെ. പക്ഷേ നമ്മളുണ്ടല്ലോ കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമായിട്ട് അടി പിടിക്കാണ്ട് നിൽക്കും. നമുക്ക് സൈഡിലൊക്കെ പിടിച്ചാൽ കുഴപ്പമില്ല. അടിയിൽ പിടിച്ചാൽ ഭയങ്കരമായിട്ട് ഇടങ്ങാറുണ്ട് കേട്ടോ. കരിയാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ മൊത്തത്തിൽ നമുക്ക് ടേസ്റ്റ് മാറും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് നമ്മൾ ഏലക്ക പൊടി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക അപ്പാട് ചേർത്താലും പ്രശ്നമില്ല, വയ്യ അതെടുത്ത് മാറ്റിയാൽ മതി കേട്ടോ. പിന്നെ ഇതാ നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാ ഒരു നുള്ള് കളറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിന് പകരം സാഫ്രോൺ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലൊരു കളർ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇത് സാഫ്രോൺ ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 തുള്ളി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. അപ്പം നമുക്കുണ്ടല്ലോ ഇത് കൈവെക്കാണ്ട് ഇളക്കി കൊടുക്കുക. 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ റൈസ് നല്ലപോലെ കുക്കായി കിട്ടും കേട്ടോ. കാരണം നമ്മൾ കുറേ സമയം സോക്ക് ചെയ്ത് വെക്കുകയും ചെയ്തത്, അതേസമയം നമ്മൾ ക്രഷ് ചെയ്യുകയും ചെയ്തിരിക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടും. അതുവരെ നമ്മൾ കൈയെടുക്കാണ്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്കുണ്ടല്ലോ നമ്മൾ കാഷ്യൂ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. നമ്മൾ റൈസൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതൊന്ന് കുറുകുന്നവരെ വെയിറ്റ് ചെയ്യട്ടോ. നമ്മൾ കാഷ്യൂ ചേർക്കുമ്പോൾ നല്ലപോലെ ഇതൊന്ന് കുറുകി കിട്ടും, നല്ലപോലെ ടൈറ്റായിട്ട് കിട്ടും കേട്ടോ. ഇതിലേക്ക് നമ്മൾ കോൺഫ്ലോറോ അതുപോലെ തന്നെ ചൈന ഗ്രാസോ ഒന്നും ചേർക്കുന്നില്ല. ഈ പുഡിങ്ങിനെ രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാഷ്യൂ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് പിസ്ത ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ചേർക്കുന്നില്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പം കുറച്ച് ടേസ്റ്റ് കൂടട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് പിസ്ത ഇട്ട് കൊടുത്തതാണ്. കുറച്ച് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്നും കൂടി മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഉണ്ടല്ലോ ഞാൻ ചെറുങ്ങനെ ടേസ്റ്റ് നോക്കിയാലും കുറച്ച് മിൽക്ക് മെയ്ഡ് കുറവാട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തു. അപ്പോൾ ഒട്ടാകെ 1/2 ടിന്ന് മിൽക്ക് മെയ്ഡും ഒരു 1/4 കപ്പ് പഞ്ചസാര എനിക്ക് വേണ്ട വന്നത്. നിങ്ങൾക്ക് വേണമെങ്കിലുണ്ടല്ലോ മുഴുവനായിട്ട് പഞ്ചസാര തന്നെ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മിൽക്ക് പൗഡറും കൂടി ഇട്ടാൽ മിൽക്ക് മെയ്ഡ് ഇല്ലാത്തത് തിരിയേയില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് നല്ലപോലെ തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് വേറൊരു ട്രേയിലേക്ക് മാറ്റിയെടുക്കാം.
അപ്പോൾ ഇത് ഞാനൊരു ട്രേയിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ പുഡിങ് അപ്പം തന്നെ നല്ലപോലെ ടൈറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലേക്ക് കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടിട്ട് ചെറിയൊരു ഡെക്കറേഷൻ ഉണ്ടാക്കാം. ഞാനതിന് വേണ്ടിയിട്ട് കുറച്ച് പിസ്തയായിട്ട് എടുത്തത്, അതിൻ്റെ ചുറ്റുപാടും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിസ്തക്ക് പകരം എന്തെങ്കിലും കുറച്ച് ബദാമോ അല്ലെങ്കിൽ ഒന്നും ഇല്ലെങ്കിൽ പീനട്ടോ നമ്മൾ വീട്ടിൽ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് മാത്രം ഡെക്കറേഷൻ ചെയ്താൽ മതി കേട്ടോ. ഒന്നും ഇല്ലെങ്കിലും അപ്പാടെ തിന്നാനും നല്ല ടേസ്റ്റ്. നമ്മൾ ഓൾറെഡി ഇതിൽ കാഷ്യൂ ഒക്കെ ചേർക്കുന്നുണ്ടല്ലോ, നല്ലൊരു ടേസ്റ്റുള്ളൊരു സാധനം കേട്ടോ ഇത്. നാളത്തെ ഇതിന് വേണ്ടിയിട്ട് ഒരു പുഡിംഗ് റെസിപ്പി നിങ്ങൾ നോക്കുന്നെങ്കിലുണ്ടല്ലോ, ഇപ്പം തന്നെ ഉണ്ടാക്കിക്കോ. ഇത് തന്നെ കേട്ടോ കറക്റ്റായിട്ടുള്ള റെസിപ്പി, അടിപൊളി റെസിപ്പിയാണ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും നിരാശപ്പെടേണ്ട വരില്ല കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം കാണുന്നുണ്ടെങ്കിലുണ്ടല്ലോ സാധനങ്ങൾ ഇല്ലാലോ എന്നുള്ള വിചാരിക്കേണ്ട. കാരണം ആരെ വീട്ടിലും നാളത്തെ ഇതിനായിട്ട് വാങ്ങി വെച്ച എന്തെങ്കിലും ഒരു റൈസ് ഉണ്ടാവും. ഈ ഒരു റൈസ് വെച്ചിട്ട് ഉണ്ടാക്കി നോക്ക്, അടിപൊളിയായിരിക്കും കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇപ്പം തന്നെ പോയിട്ട് ഒരു ലൈക്ക് അടിക്കട്ടെ. വീഡിയോ കാണുന്ന കൂടുതൽ ആൾക്കാരും ലൈക്ക് അടിക്കാണ്ട കാണുന്നത്, അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് വാട്സാപ്പിലോ എങ്ങനെ വേണമെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.